വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവേദ്വരം. ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. അഗസ്ത്യൻ്റെ അവിടേക്ക് പോകുന്ന ഭാഗം തൻ്റെ ഗുരുവായ അഗസ്ത്യമഹർഷിയെ കാണാൻ താനും കൂടെ വരും എന്ന് സുധീഷ്ണൻ സൂചിപ്പിക്കുന്നതും, അന്ന് രാത്രി അവരിങ്ങനെ വന്യഭോജനം ചെയ്ത് സല്ലാപവും സംവാദവുമായിട്ട് കഴിഞ്ഞതുമൊക്കെ സൂചിപ്പിച്ചു. രാവിലെ എഴുന്നേറ്റ് യാത്ര തുടങ്ങി. നേരെ അഗസ്ത്യൻ്റെ അടുത്തേക്ക് ചെന്നു. അഗസ്ത്യൻ ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതി ഭാഗം മുഴുവൻ നോക്കാൻ സമയം അനുവദിക്കുന്നില്ലെങ്കിലും കുറച്ച് ഭാഗം മനസ്സിലാക്കാൻ ശ്രമിക്കാം. കാരണം ഇത്തരം സ്തുതികളിലെല്ലാം വേദാന്ത തത്വങ്ങളെ അതീവ സൗന്ദര്യത്തോടുകൂടി ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് ഭക്തനും ജ്ഞാനിയുമായ ആചാര്യൻ. ഭക്തനും ജ്ഞാനിയും ഒന്നിച്ച് ചേരുമ്പോൾ അനർഘങ്ങളായ പല മുത്തുകളെയും അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാണാൻ. അപ്പോൾ ആ വരികൾക്കിടയിലൂടി വളരെ ശ്രദ്ധയോടുകൂടി വായിക്കുമ്പോഴാണ് അത്തരം മുത്തുകളെ ചികഞ്ഞെടുത്ത് ആസ്വദിക്കാൻ സാധിക്കും. അതിന് നേരത്തെ സൂചിപ്പിച്ച പോലെ കണക്കിലല്ലാത്ത സമയം വേണം, അപ്പോഴേ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. 7 ദിവസം 8 മണിക്കൂർ ഇങ്ങനെയൊക്കെ കണക്കാക്കിയിരുന്നാൽ പോരാന്നർത്ഥം. പിന്നെ ദിവസങ്ങളങ്ങടെ ഇരുന്ന് പഠിക്കണം. അതിൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് ഇത്രയെങ്കിലും സാധിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം, ഗുരുകൃപ. അവിടെ വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് നമുക്ക് അഗസ്ത്യസ്തുതിയിലേക്ക് കടക്കാം. ആദ്യം കഥകളൊക്കെ ഇങ്ങോട്ട് സൂചിപ്പിച്ചു. പിന്നെ വലിയ വേദാന്ത തത്വത്തെ, സൃഷ്ടിയെ ഏത് തരത്തിൽ നോക്കിക്കാണാം എന്ന് സൂചിപ്പിക്കുകയാണ്. ലോകസൃഷ്ടിക്കു മുന്നമേകനായ ആനന്ദനായ ലോകകാരണം വികൽപ്പോപാധിവിരഹിതൻ തന്നുടമായ തനിക്കാശ്രയഭൂതയായി തന്നുട ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും. സൃഷ്ടിയെക്കുറിച്ച് പലതവണ നമ്മൾ സൂചന പഠിക്കാൻ ശ്രമിച്ചതാണ്. അഹമേവാസമേവാഗ്രേ ചതുശ്ലോകി ഭാഗവത രൂപത്തിൽ ഭഗവാൻ ബ്രഹ്മദേവന് ഉപദേശിച്ചപ്പോൾ ആദ്യം പറഞ്ഞു കൊടുത്തത് അതാണ്. അഹം ഏവ ആസം അഗ്രേ. പണ്ട് മുമ്പ് ആദ്യം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥയാണ്. ഭഗവത് തത്വം, ഭഗവത് ചൈതന്യം മാത്രം എപ്പോഴെങ്കിലും ഉണ്ടായി ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നിലവിൽ നിന്നു, അത് കഴിഞ്ഞില്ലാതായി എന്നുള്ളത് ഇല്ല. ബാക്കിയെല്ലാം ഈ പരിണാമത്തിന് വിധേയമാണ്. അപ്പോൾ ഭഗവാന് മാത്രം അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അഹം ഏവ ആസം അഗ്രേ. അവിടുന്ന് സൃഷ്ടി ആരംഭിക്കുന്നു. എപ്പോഴാണ് സൃഷ്ടി ആരംഭിക്കട്ടെ? തന്നിൽ അടങ്ങിയിരിക്കുന്ന ജീവന്മാർക്ക് തങ്ങളുടെ വാസനകൾ പുഷ്പിച്ച് സാർത്ഥകമാക്കി മോക്ഷം നേടാനുള്ള, ജീവഭാവത്തെ വെടിഞ്ഞ് മോക്ഷഭാവത്തിൽ എത്താനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ
നേരത്തെ പറഞ്ഞു അനുഗ്രഹായ ലോകാനാം. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ഉള്ളിൽ സങ്കല്പിക്കുന്നു. അപ്പോഴാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. ആദ്യം ഉണ്ടാകുന്ന സൃഷ്ടിയാണ് കാലം. കാലമാകുന്ന സൃഷ്ടി ഭഗവാൻ, അതാ കാലസ്വരൂപനാം ഈശ്വരൻ, ഭഗവാന്റെ രൂപം തന്നെയായിട്ട് പറയും. ചിലയിടത്ത് കാലാരി എന്ന് പറയും ഭഗവാനെ. എനിക്ക് ഓരോ കോണ്ടക്സ്റ്റിൽ അതിന് അർത്ഥമുണ്ട്. എന്തായാലും ഈ കാലശക്തി ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ ആദ്യം ആഘാതം ഏൽക്കുന്നത് ത്രിഗുണങ്ങൾ സാമ്യാവസ്ഥയിൽ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് എന്നർത്ഥം. മായ ഭഗവാനിൽ അടങ്ങിയിരിക്കുന്ന സഹജമായ ചൈതന്യമാണ്, ശക്തിവിശേഷമാണ്. അതുകൊണ്ടാണ് ശക്തി എന്ന് വിചാരിക്കുന്നത്. കാരണം അതിൻ്റെ സാന്നിധ്യത്തെ അറിയിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ആ ഫാക്കൾട്ടി അഥവാ ശക്തിവിശേഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. അല്ലെ, പഞ്ചസാരയുടെ മാധുര്യവും അഗ്നിയുടെ ദാഹശക്തിയൊക്കെ പലവണ്ണം നമ്മൾ ഉദാഹരണമായിട്ട് കണ്ടതാണ് എന്നർത്ഥം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലോകകാരണൻ വികൽപ്പോപാധിവിരഹിതൻ. ആ അവസ്ഥയിൽ ലോകകാരണനായിട്ട് ഭഗവാൻ ഇരിക്കുന്ന അവസ്ഥയിൽ വികൽപ്പോപാധി രഹിതനാണ്. യാതൊരു തരത്തിലുള്ള വികൽപ്പങ്ങളും നാനാത്വബുദ്ധിയും ഒന്നും അവിടെ ഇല്ല. പക്ഷെ എന്ത് സംഭവിക്കുന്നു? തന്നുടമായ തനിക്ക് ആശ്രയഭൂതയായി, അല്ലേ, ദൈവീഹേഷാ ഗുണമയീ മമ മായാ ദുരത്യയ. മമ മായ, അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ച ഒരു വാക്ക്. തന്നുടമായ തനിക്ക് ആശ്രയഭൂതയായി, തന്നുട ശക്തിയെന്നും പ്രകൃതി മഹാമായ, തന്നെ ഭഗവാന്റെ ശക്തിയായ ഭഗവാനിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഈ മായാശക്തി എന്ത് ചെയ്യുന്നു? നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട്, ഈ മായ ഭഗവാനെ ആവരണം ചെയ്തതുപോലെ തോന്നിക്കുന്നു. ഇന്ന് പോലെ എന്നുള്ളത് ഇതിനകത്ത് സൂചിപ്പിച്ചില്ലെങ്കിലും ശാസ്ത്രം അങ്ങനെയാണ് പറയുന്നത്. ശരിക്കും ആവരണം ചെയ്തിട്ടില്ല, പക്ഷേ ആവരണം ചെയ്തതുപോലെ അനുഭവപ്പെടുന്നു. എന്നിട്ടോ തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും. മായ ഭഗവാനെ മായാഗുണങ്ങൾ അനുഭവിപ്പിക്കുന്നതുപോലെ, അവിടെയൊക്കെ ഈ പോലെ ചേർത്തോണം എന്നർത്ഥം. മായാദേവി ഭഗവാനെ ഗുണങ്ങൾ അനുഭവിപ്പിക്കുന്നതുപോലെ തോന്നുന്നു. എന്നിട്ടെന്താ സംഭവിക്കുക? നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതമെന്ന് ഉപനിഷത് വശാൽ. എന്താണ് അവ്യാകൃതം? പ്രപഞ്ചത്തിന് മൂലകാരണമായിട്ടുള്ള പ്രകൃതിയുടെ ആദ്യത്തെ വികാരം, അതാണ് സൂചിപ്പിക്കുന്നത്. അതിൽ നിന്നാണ് പിന്നെ സൃഷ്ടി ഇങ്ങോട്ട് ആരംഭിക്കുന്നത് എന്ന് ഉപനിഷത്ത് വശാൽ. അവ്യാകൃതം ഉദ്ദേശിക്കുന്ന ഭാഷ ഉപനിഷത്തിന്റെ ഭാഷയാണ്. പിന്നെ മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും. ഒരു കൂട്ടർ അതിനെ മൂലപ്രകൃതി എന്ന് പറയുന്നുണ്ട്. വേറൊരു കൂട്ടരോ മായാതീതന്മാരെല്ലാം സംസൃതി എന്നും ചൊല്ലും. സംസാരത്തിനകത്ത് കടന്ന് ഉരുളുന്നവര് ആ പേര് പറയാൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മായാതീതന്മാരായിട്ടുള്ളവരൊക്കെ സംസൃതി എന്ന പേര് പറയുന്നു. വിദ്വാൻമാരെന്താ പറയുന്നത്? വിദ്വാൻമാര് അവിദ്യ എന്നും പറയുന്നുവല്ലോ. ഇതല്ല, ഈ പേരുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഒന്നിനെ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാണ്. വിദ്യ വിദ്യ എന്ന രണ്ട് സ്വരൂപങ്ങളുള്ളതും പലതും എന്നർത്ഥം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയമായ തന്നിൽ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഭഗവാന്റെ സങ്കല്പം കൊണ്ട് കാലശക്തി ഉണർന്ന് മായയിൽ ക്ഷോഭം സൃഷ്ടിക്കുന്നതിനെയാണ് അവിടെ ഒറ്റ വാക്കുകൊണ്ട് സൂചിപ്പിക്കുക. അത്ര പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകില്ല. ഇത്തിരി ഒന്ന് കേട്ട് ചിന്തിച്ച് മനസ്സിലാക്കിയെങ്കിലേ ഈ പ്രക്രിയ മനസ്സിലാകുള്ളൂ. ഒരു തവണ കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കൂടെ കൂടെ കേൾക്കൂ, ചിന്തിക്കൂ, ഉറപ്പിക്കൂ. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയമായ തന്നിൽ ഭഗവാൻ കാരണമാണ് ഈ മായ ക്ഷോഭിക്കുന്നത്. എങ്ങനെ പറഞ്ഞു ആ പ്രക്രിയ? ഭഗവാന്റെ സങ്കല്പം കൊണ്ട് കാലശക്തി ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ ആദ്യം ആഘാതമേൽപ്പിക്കുന്നത് മായയിലാണ്. സാമ്യാവസ്ഥയിൽ നിൽക്കുന്ന ത്രിഗുണങ്ങൾക്ക് ഏറ്റക്കുറച്ചിൽ സംഭവിക്കുമ്പോൾ സൃഷ്ടി ആരംഭിക്കും. അതാണ് അവിടെ സൂചിപ്പിച്ചത്. എന്നിട്ടോ അതിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലൂ. സൃഷ്ടിയുടെ ആദ്യം എന്താ ഉണ്ടാകുന്നത്? മഹത്തത്വം.
പിന്നെ അതിൽ നിന്ന് മഹത്തത്വം എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോൺഷ്യസ്നസ്, ഇതിൻ്റെ എല്ലാം കൂടുള്ള സമഷ്ടി ഭാവം. അതിങ്കൽ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ. ഈ അഹങ്കാരങ്ങളുടെ പ്രയോഗം ശരിയല്ല, പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അഹങ്കാരങ്ങളുടെ എല്ലാം കൂടെ ഒരു ആകത്തുക എടുത്തു വെച്ചാൽ അതിനെ മഹത്തത്വം എന്ന് പറയാതെ. എന്നാ പിന്നെ ഈ മഹത്തത്വം എങ്ങനെയാണ് ഉണ്ടായത്? ആദ്യം മഹത്തത്വം ഉണ്ടായത് അഹങ്കാരം ഉണ്ടായിട്ട് അതിൽ നിന്നല്ലേ മഹത്തത്വം ഉണ്ടാകും? അല്ല, ഇവിടെ റിവേഴ്സ് പ്രോസസ്സാണ്. എന്തുകൊണ്ട്? ഭഗവാനിലേക്ക് ഇതെല്ലാം ലയിക്കുമ്പോൾ ഈ പ്രോസസ്സിലാണ് പോകുന്നതെന്നർത്ഥം. മുഴുവൻ വിശദീകരിക്കാൻ സമയമില്ലാതെ ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം ഇന്ദ്രിയങ്ങളിലേക്ക്, ഇന്ദ്രിയങ്ങൾ മനസ്സിലേക്ക്, മനസ്സ് ബുദ്ധിയിലേക്ക്, ബുദ്ധി ജീവഭാവത്തിലേക്ക്, ജീവഭാവം അഹങ്കാരത്തിലേക്ക്, അഹങ്കാരം മഹത്തത്വത്തിലേക്ക്, മഹത്വത്വം പ്രകൃതിയിലേക്ക്, പ്രകൃതി ഭഗവാനിലേക്ക്. അപ്പോൾ ആവർത്തിക്കുമ്പോൾ എങ്ങനെ വരും? നമ്മളെവിടെങ്കിലും യാത്ര പോകുമ്പം ഒരു പെട്ടിക്കകത്ത് തന്നെ രണ്ടുപേരുടെയും കൂടെ ഡ്രസ്സ് എടുത്ത് വെച്ചാൽ എന്ത് ചെയ്യും? ആദ്യം നമ്മുടെ എടുത്ത് വെച്ചു, അത് കഴിഞ്ഞാണ് ശ്രീമതിയുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ ഇരിക്കും? സാധാരണ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയും. പക്ഷെ ലിഫ്റ്റിൽ എങ്ങനെയാണ്? ഫസ്റ്റ് കം ലാസ്റ്റ് സെർവ് ആണ് അല്ലേ? ആദ്യം കയറിയവര് ഒടുവിൽ ഇറങ്ങാനൊക്കെ ഉള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഈ പ്രോസസ് അല്ലേ? ഇതിങ്ങനെ വെച്ചപ്പോൾ തിരിച്ചെടുക്കുമ്പോൾ എങ്ങനെ വരും? ആദ്യം പ്രകൃതി, പിന്നീട് മഹത്തത്വം, അതിൽ നിന്ന് അഹങ്കാരം, അതിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ, അതിൽ നിന്ന് സൃഷ്ടി. അങ്ങനെ വരാൻ സാധിക്കും. ഇത്തിരി ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് എന്നർത്ഥം. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. മഹത്തത്വം, അഹങ്കാരം, സംസാരം, ഇതിനെ മൂന്നും പറയുന്നു. മഹദ്വേദികളാവും ഈ മഹത്തത്വത്തെ അറിഞ്ഞ. വേദി എന്ന് പറഞ്ഞാൽ തത്വത്തെ അറിഞ്ഞവർ. വേദി, ദ്വിവേദി, ത്രിവേദി, ചതുർവേദി ഒക്കെ ഉണ്ട്, അറിയാമോ? വേദി എന്ന് മാത്രം പറഞ്ഞാൽ ഒരു വേദം മാത്രം പഠിച്ചയാള്. ദ്വിവേദി എന്ന് പറഞ്ഞാൽ ഇനിയും പറയാം, ബാക്കി ഞങ്ങൾ പറഞ്ഞു എളുപ്പമായ. ദ്വിവേദി 2 വേദം പഠിച്ചവര്, ത്രിവേദി 3 വേദം പഠിച്ചവര്, ചതുർവേദി 5 വേദം പഠിച്ചവര് 4 ഉള്ളൂ. പഞ്ചമവേദം അതാരും പഠിക്കാറില്ല സാധാരണ. നിർബന്ധമായിട്ട് പഠിക്കുന്നത് 4 വേദങ്ങളേ ഉള്ളൂ എന്നർത്ഥം. അതാണ് ചതുർവേദി വരെയുള്ളത് എന്നർത്ഥം. മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം, രാജസവും താമസം എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിത് മൂന്നുമെന്നറിഞ്ഞാലും. ഈ മൂന്നും അവ്യക്ത ഭാവത്തിൽ, അവ്യാകൃത ഭാവത്തിൽ പ്രകൃതിയിൽ ഇരുന്നത് ഇത്രയൊക്കെ പ്രക്രിയ കഴിഞ്ഞപ്പോൾ അതൊക്കെ പ്രത്യേകം അല്ലേ? മൂന്നായി പിരിഞ്ഞുടനെ, ഓർമ്മയുണ്ടല്ലോ ഹരിതാമകീർത്തനം. ഈ മൂന്നായിട്ട് പിരിഞ്ഞതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. താമസത്തിങ്കൽ നിന്ന് സൂക്ഷ്മ തന്മാത്രകളും, തമോ ഗുണത്തിൽ നിന്ന് സൂക്ഷ്മ തന്മാത്രകളുണ്ടായി. സൂക്ഷ്മ തന്മാത്രകളിൽ നിന്ന് സ്ഥൂല പഞ്ചഭൂതങ്ങളുണ്ടായി. അതിൻ്റെ പഞ്ചീകരണ പ്രക്രിയയിൽ നിന്ന് പിന്നെ കാണുന്ന ഭൂതങ്ങളെല്ലാം ഉണ്ടായി. അത് തമോ ഗുണത്തിൽ നിന്ന്. ഇനിയും പറയുന്നതോ രാജസത്തിങ്കൽ നിന്നുണ്ടായത് ഇന്ദ്രിയങ്ങളും. അപ്പൊ ഇന്ദ്രിയങ്ങളൊക്കെ എവിടുന്നാണ് ഉണ്ടായത്? രജോ ഗുണത്തിൽ നിന്ന്. പിന്നെ തേജോരൂപങ്ങളായ ദൈവതങ്ങളും. എന്തോ അതിനർത്ഥം? ഇന്ദ്രിയങ്ങൾ ഉണ്ടായപ്പോൾ ഇന്ദ്രിയാധിഷ്ഠിത ദേവകളും ഉണ്ടായി. ഉദാഹരണം കണ്ണ്. കണ്ണിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്താണ്? രൂപം. കണ്ണിന് രൂപം കാണണമെങ്കിൽ എന്ത് വേണം? പ്രകാശം വേണം. രൂപത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് പ്രകാശമുണ്ടായി. രൂപത്തിൽ തട്ടുമ്പോൾ അത് കണ്ണിലേക്ക് പെടുമ്പോൾ കണ്ണിൽ കൂടി ആ വീചികൾ കടന്ന് മനസ്സിൽ ചെന്ന് ഇത് ഗോമതി അമ്മയാണ്, ഇത് വസുമതി അമ്മയാണ് എന്നൊക്കെ ആരാ തീരുമാനിക്കുന്നത്? കണ്ണാണോ? കണ്ണിന് രൂപത്തെ ഗ്രഹിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആ രൂപം ഉള്ളിൽ ഗ്രഹിച്ചു കഴിയുമ്പോൾ ഇത് പാർത്ഥസാരഥിയുടെ രൂപമാണ്, ഇത് ഗുരുവായൂരപ്പന്റെ രൂപമാണ് എന്നൊക്കെ ആര് കണ്ടുപിടിക്കുന്നു? മനസ്സിലായി? അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഇന്ദ്രിയാധിഷ്ഠിത ദേവകളുണ്ടായി. അപ്പൊ കണ്ണിന്റെ ദേവത സൂര്യൻ. എന്തുകൊണ്ട്? വെറുതെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത്, ലോജിക്കായിട്ട് മനസ്സിലാക്കൂ, യുക്തിപൂർവം. സൂര്യനാണ് പ്രകാശത്തെ തരുന്നത്. ആ പ്രകാശത്തിലാണ് വസ്തുവിനെ അറിയുന്നത്. വസ്തുവിനെ അറിയുന്നത് കൊണ്ടാണ് ആ വസ്തുവിനെ ഗ്രഹിക്കുന്നത്.
അപ്പൊ ആ ഇന്ദ്രിയാധിഷ്ഠിത ദേവകളെയാണ് അവിടെ സൂചിപ്പിച്ചത് തേജോരൂപങ്ങളായ ദൈവതങ്ങളും. അതെന്താ ഈ തേജോരൂപങ്ങളെന്ന് എടുത്തു പറയാൻ കാര്യം? ഇന്ദ്രിയങ്ങളൊക്കെ ജഡമാണ്, അവയെ പ്രകാശിപ്പിക്കുന്നത് ദ്യാശബ്ദം. എന്തിനെ സൂചിപ്പിക്കുന്നു? ദ്യോതിപ്പിക്കുന്നത്, പ്രകാശിപ്പിക്കുന്നു. അതിൽ നിന്നാണ് ദേവശബ്ദം ഉണ്ടായിരിക്കുന്നത്. തേജോരൂപങ്ങളായ ദൈവതങ്ങളും. പിന്നെന്തുണ്ടായി? സാത്വികത്തിങ്കൽ നിന്ന് മനസ്സുമുണ്ടായി വന്നു. മനസ്സെവിടുന്നാ വന്നത്? അപ്പൊ മനസ്സ് സത്വഗുണത്തിൽ നിന്ന്, ഇന്ദ്രിയങ്ങൾ രജോഗുണത്തിൽ നിന്ന്, ഭൂതങ്ങൾ തമോ ഗുണത്തിൽ നിന്ന്. ഇത്രയൊക്കെ ഓർത്ത് വെച്ചാൽ കുറച്ചൊക്കെ സൃഷ്ടിയെക്കുറിച്ച് മനസ്സിലാക്കാം. അല്ല, ഓർത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നർത്ഥം. സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി. നമുക്കിതൊക്കെ ഒരു സൂത്രമാണ്, പക്ഷെ ഭഗവാൻ സൂത്രം എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ സൂത്രമാണ്. ലിംഗശരീരത്തിനെയാണ് സൂത്രാത്മാവ്, ലിംഗശരീരം, സൂക്ഷ്മശരീരം എന്നൊക്കെ സൂചിപ്പിക്കുന്നത്. സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്ന് ദിവ്യനാം വിരാൾ പുമാനുണ്ടായതെന്ന് കേൾപ്പൂ. ഈ സ്ഥൂലഭൂതങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു വലിയൊരു രൂപത്തിലായപ്പോൾ അതിനെ എന്ത് പറഞ്ഞു? വിരാൾ പുമാൻ. വിരാട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാട് ശബ്ദത്തിന് ശോഭിക്കുന്നത് എന്നർത്ഥം. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സ്വരാട്? എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ? ജന്മാദ്യസ്യ മന്ത്രത്തിലുണ്ട് എന്നർത്ഥം. സ്വരാട് സ്വയമേ ശോഭിക്കുന്നത്. വിരാടോ? വിശേഷേണ രാട്, വിശേഷേണ ശോഭിക്കുന്നത്. അതാണ് വിരാട് പുമാൻ. വിരാൾ പുമാനും അത് തന്നെയാണ്. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചര ലോകങ്ങളാകുന്നതും. അപ്പൊ ചരാചര ലോകങ്ങളെ മുഴുവനും കൂടെ ആര് പ്രതിനിധീകരിക്കുന്നു? വിരാൾ പുരുഷൻ. പിന്നെ ദേവ മാനുഷ തിര്യക് യോനിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഹപൂർണമായുണ്ടായി വന്നു. ഈ വിരാൾ പുരുഷൻ തന്നെയാണ് ഇതൊക്കെയായിട്ട് തീർന്നത്. ത്വന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു. ത്രിഗുണങ്ങളെ ആശ്രയിച്ച് 3 കർമ്മങ്ങൾ. എന്ത്? സൃഷ്ടി, സ്ഥിതി, സംഹാരം. രജോ ഗുണത്തെ ആശ്രയിച്ച് സൃഷ്ടി. എന്തുകൊണ്ടാണ് രജോ ഗുണത്തെ ആശ്രയിച്ച് സൃഷ്ടി വന്നത്? രജോ ഗുണം കർമ്മപ്രധാനമാണ്. കർമ്മപ്രധാനമായുള്ള ഒന്നിനെ കർമ്മം ചെയ്തിട്ട്, സൃഷ്ടി എന്ന് പറയുന്ന കർമ്മമാണ്. അപ്പൊ കർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? രജോ ഗുണം വേണം. ഒരു കർമ്മ വാസന ഇല്ലാത്തവരോ അവർ സാത്വിക ഭാവത്തിലായി കഴിയും, അവർക്ക് പിന്നെ ഒന്നും ചെയ്യാനുണ്ടാവില്ല എന്ന്. ഇങ്ങനെ വലിയ വലിയ തത്വങ്ങളാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം ത്വന്മായ ഗുണങ്ങളെ 3 ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു. രജോ ഗുണത്തെ ആശ്രയിച്ച് ബ്രഹ്മാവ്, സത്വഗുണത്തെ ആശ്രയിച്ച് മഹാവിഷ്ണു, രുദ്രനെ തമോ ഗുണത്തെ ആശ്രയിച്ച് രുദ്രൻ. അത് 3 ത്രിമൂർത്തികളെ സൂചിപ്പിച്ചു. പിന്നെ അതെന്തിനു വേണ്ടിയിട്ടാണെന്നും കൂടെ സൂചിപ്പിക്കുന്നു. ലോകസൃഷ്ടിക്ക് രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാത നാഭിയിൽ നിന്നുണ്ടായി. ഈ വിരാൾ പുരുഷന്റെ നാഭിയിൽ നിന്നാണ് താമര വന്നത്. താമരയ്ക്കുള്ളിലാണ് ബ്രഹ്മാവ് ജനിച്ചത്. അത് സൂചിപ്പിച്ചു. ലോകേശനായ ധാതാനാഭിയിൽ നിന്നുണ്ടായി. സത്വമാഗുണത്തിങ്കൽ നിന്ന് രക്ഷിപ്പാൻ വിഷ്ണു സ്വയം വിഷ്ണു രൂപ എന്തിനെ ആശ്രയിച്ച്? സത്വഗുണത്തെ ആശ്രയിച്ച്. അല്ലെ, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാൻ ഒരാൾ വേണം. അത് വിഷ്ണുവിനെ ഏൽപ്പിച്ചു. രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും. അല്ലെ, ഇന്നലെ പറഞ്ഞു. എന്തുകൊണ്ട്? സംഹാരരൂപിയായ ശിവനെ ആരാധിക്കുന്നു. സൃഷ്ടിസ്വരൂപനായ ബ്രഹ്മാവിനെ എന്തുകൊണ്ട് ആരാധിക്കാതിരിക്കുന്നു? ഒക്കെ ഇന്നലെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞാണ്. ഇനി അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, സമയമില്ല. രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും. അല്ലേ, സംഹരിക്കണമെങ്കിൽ എന്ത് വേണം? തമോ ഗുണം വേണം. ഈ തമോ ഗുണത്തെയും നമ്മൾ ആരാധിക്കുന്നു. എന്തുകൊണ്ട്? ശിവന്റെ സംഹാരം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ക്രിയേറ്റീവായിട്ടുള്ള സംഹാരമാണ് അവിടെ. അതുകൊണ്ട് പിന്നെ ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു. ജാഗ്രത, സ്വപ്നവും സുഷുപ്തിയും. ബുദ്ധിവൃത്തികളാണ് ഗുണത്രയങ്ങൾക്കനുസരിച്ച് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ഒറ്റ വാക്കിൽ എന്ത് പറയും? അവസ്ഥാത്രയം. അപ്പൊ ഈ അവസ്ഥാത്രയം ഏതിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്? ഗുണത്രയത്തെ ആശ്രയിച്ച്. ജാഗ്രത ആയിട്ടിരിക്കണമെങ്കിൽ എന്ത് വേണം?
ഉണർന്നിരിക്കണം. രജോഗുണം ഉണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ. ഭഗവാൻ പക്ഷെ എന്താ അവസ്ഥ? ഇതിനെല്ലാം സാക്ഷിയായ ചിന്മയ സ്വരൂപനായിട്ട്, സന്മയ സ്വരൂപനായിട്ട്, ആനന്ദ സ്വരൂപനായിട്ട് നിൽക്കുന്നു. സത്ത് ചിത്ത് ആനന്ദ സ്വരൂപനായിട്ട്, സച്ചിദാനന്ദ സ്വരൂപനായിട്ട് ഭഗവാൻ ഇതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്നു. എന്തുകൊണ്ട്? പാല് തൈരാകുന്നത് പോലെയോ അരി ചോറാകുന്നത് പോലെയോ അല്ല സൃഷ്ടി ഉണ്ടാകുന്നത് എന്നർത്ഥം. എന്തുകൊണ്ടാണ്? പാലിൽ നിന്നാണ് തൈരിന്റെ സൃഷ്ടി എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പാലിന്റെ പാലത്തം, അങ്ങനെ ഒരു വാക്കുണ്ടോ എന്നറിയില്ല. ആശയം മനസ്സിലായില്ല. പാലിന്റെ പാലത്തം മുഴുവൻ പോയെങ്കിലേ തൈരത്തം ഉണ്ടാകും. തൈരിനകത്ത് കുറച്ച് പാലത്തം ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? കഴിക്കുമ്പോഴത്തെ മുഖം എങ്ങനെ ഇരിക്കും അല്ലേ? അപ്പം പാലത്തം പൂർണ്ണമായിട്ട് മാറിയിട്ടാണ് തൈരുണ്ടാകുന്നതെങ്കിൽ അതുപോലെയല്ല ഭഗവാൻ തൻ്റെ ഐഡന്റിറ്റി പൂർണ്ണമായിട്ട് കളഞ്ഞിട്ടൊരു സൃഷ്ടിയല്ല ഇവിടെ ചെയ്യുന്നത്. ഇതുകൊണ്ട് ഭഗവാൻ സൃഷ്ടിക്ക് കാരണമാകുന്നതേ ഉള്ളൂ. ഭഗവാൻ സ്വയം മാറുന്നില്ല. ഇവിടെ പാല് സ്വയം മാറിയാണ് തൈരായത്. അതുപോലെ ഭഗവാൻ സ്വയം മാറിയിട്ടല്ല പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്. സൃഷ്ടിയെക്കുറിച്ച് ഒരുപാട് വാദങ്ങളുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. സൃഷ്ടിവാദം, ദൃഷ്ടിസൃഷ്ടിവാദം, കാര്യകാരണവാദം, ദൃഗ്ദൃശ്യവാദം. ഏറ്റവും ഒടുവിലാണ് ശങ്കരാചാര്യസ്വാമികളുടെ വിവർത്തവാദം. വിവർത്തവാദം മാത്രം ഒന്ന് സൂചിപ്പിക്കാം. വാസ്തവത്തിൽ മാറിയിട്ടില്ല, പക്ഷേ മാറിയതുപോലെ തോന്നി. എങ്ങനെ? ഉദാഹരണം, രജ്ജു ഖണ്ഡത്തിങ്കലെ പന്നകബുദ്ധി പോലെ രാമായണത്തിൽ തന്നെ കണ്ടു അല്ലേ? കയറ് കർഷണത്തിൽ പാമ്പുണ്ട് എന്ന് തോന്നിയതുപോലെ. അപ്പൊ ഈ പ്രപഞ്ചം ഉണ്ടെന്നുള്ളതോ അത് ഒരു തോന്നൽ മാത്രമേ ഉള്ളൂ. ഇതിനെയാണ് വിവർത്തവാദം എന്ന് സൂചിപ്പിക്കുന്നത്. നമുക്കിപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല, കാരണം നമുക്ക് ഈ പ്രപഞ്ചമൊക്കെ പ്രപഞ്ചാനുഭവം ശരിയാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ തോന്നലാണ് എന്ന്. ഇപ്പൊ സ്വപ്നമൊക്കെ ആണെങ്കിൽ തോന്നലാണെന്ന് ഞങ്ങൾ സമ്മതിക്കാം അല്ലേ? എന്തുകൊണ്ട്? ഉണർന്നു കഴിയുമ്പോൾ ഇല്ല. എന്നാൽ ജാഗ്രത അവസ്ഥയിലുള്ളതൊക്കെ ശരിയാണെന്ന് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? ജാഗ്രത അവസ്ഥയെ കാണുന്ന എന്തെങ്കിലും സ്വപ്നാവസ്ഥയിലുണ്ടോ? ചിലപ്പോൾ കണ്ടെന്ന് വരാമെന്നല്ലാതെ. അപ്പൊ ജാഗ്രതത്തിലുള്ളത് സ്വപ്നത്തിലില്ല, സ്വപ്നത്തിലുള്ളത് ജാഗ്രതത്തിലില്ല, ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഉള്ളത് സുഷുപ്തിയിലില്ല. അപ്പൊ ഇതിലേതിനാണ് ശരിയായ സത്യത്വം എന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുക? ശരിയായ സത്യത്വമുള്ളത് ലക്ഷണം എന്താണ്? എല്ലായ്പ്പോഴും ഒരേപോലെ. അപ്പൊ ഈ അവസ്ഥാത്രയത്തിൽ ശരിക്കും സത്യമായിട്ടുള്ളത് എന്തുണ്ട്? അവസ്ഥാത്രയ സാക്ഷിയായ പരമാത്മ ചൈതന്യം മാത്രം. അത് ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഒന്നും ഒന്നിനോട് ഒട്ടിയിട്ടില്ല, പിന്നെ അസംഗനായിട്ട് നിൽക്കുന്നു. ഇത് മനസ്സിലാക്കണം. ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ. അപ്പൊ ഈ വലുത് കാണാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ചെറുത് കാണൂ, നമ്മൾ ഇതിനെ കണ്ടു തുടങ്ങൂ എന്നറിയാം. ഇതൊക്കെ എനിക്ക് അനുഭവമല്ലേ? ഞാൻ ഒന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി എന്നാരറിഞ്ഞു? ഞാൻ. ഉറക്കത്തിൽ ഞാനുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഉറങ്ങി. പിന്നെ എങ്ങനെയാ ഞാനിത് അറിഞ്ഞത്? ആലോചിച്ചു. അപ്പൊ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിക്കും അതീതമായ ബോധം എന്നിൽ, ആ ബോധമാണ് ഇതിനെ തമ്മിൽ ഘടിപ്പിക്കുന്നത്. പ്രത്യേകാത്മസ്വരൂപമായി നമ്മുടെ ഉള്ളിൽ വിളങ്ങുന്ന ബോധചൈതന്യം മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമുള്ളതാണ്. പക്ഷെ കുറച്ച് കേട്ട് കഴിയുമ്പോൾ ഉറയ്ക്കും, യാതൊരു സംശയമില്ല. കുറച്ച് കേൾക്കണം, കൂടുതൽ ചിന്തിക്കണം, അപ്പൊ മനസ്സിലാകും.
ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ. ഇവറ്റിനൊക്കെ സാക്ഷിയാണ്. ഏതിനൊക്കെ? ഈ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിക്കും ഒക്കെ സാക്ഷിയായി ആര്? എൻ്റെ ഉള്ളിലെ ചിന്മയൻ, ചിത്മയൻ, ആനന്ദസ്വരൂപനായിട്ട്, ചിത് സ്വരൂപനായിട്ട് എൻ്റെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യം. ആ സാക്ഷി രൂപത്തിന്റെ പ്രത്യേകതയാണ് വീണ്ടും പറയുന്നത്. നിവൃത്തൻ. നിവൃത്തൻ എന്ന് പറഞ്ഞാൽ പ്രവൃത്തനല്ലാത്തവൻ. പ്രവൃത്തൻ എന്ന് പറഞ്ഞാൽ നിവൃത്തനല്ലാത്തവൻ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാറ്റിനോടും ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് ആ ഭാവത്തിൽ നിൽക്കുമ്പോൾ പ്രവൃത്തി മാർഗത്തിലാണ്. മാറി ഒന്നിനോടും ചേരാതെ മാറി നിൽക്കുമ്പോൾ നിവൃത്തനും. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം എന്ന് പറഞ്ഞു. നിവൃത്തൻ, നിത്യൻ. നിത്യൻ എന്ന് പറഞ്ഞാൽ മൂന്ന് കാലത്തിലും ഒരേപോലെ മാറാതെ നിൽക്കുന്നു. ഏകൻ. ഏകം ഒരുപാട് ചർച്ച ചെയ്തു നമ്മളല്ലേ. ഏകം എന്നുള്ളതിന്റെ അർത്ഥം എന്താ മനസ്സിലാക്കിയത്? ഒന്ന് എന്നല്ല, പിന്നെ ഒന്ന് എന്ന് പറഞ്ഞാൽ രണ്ടിനു മുമ്പുള്ള ഒരു സാധനമാണെന്ന് തോന്നൽ വരും. അതുകൊണ്ടാണ് നമ്മൾ ഒന്നെന്ന് പറയാത്തത്. പിന്നെ അദ്വയം, അതിന്റെ പുറകിൽ രണ്ടാമത്തേതെന്നില്ല. അതുകൊണ്ട് ഏകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏകം എന്നുള്ള വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? അതിന്റെ അഖണ്ഡതയെ, അഥവാ എന്താ പറയാ, അതിന്റെ ഏകത്വത്തെ, അഖണ്ഡതയെ, അപരിച്ഛിന്നതയെ സൂചിപ്പിക്കും ഏകം എന്നുള്ള വാക്ക്. ഒരിക്കലും പരിച്ഛിന്നമാകുന്നില്ല എന്നർത്ഥം. ബിംബം ഒരിക്കലും പരിച്ഛിന്നമാകുകയില്ല, പ്രതിബിംബം പരിച്ഛിന്നമാകും. എങ്ങനെ? ഒരു വലിയ ഉരുളി വെച്ചിട്ട് സൂര്യപ്രകാശം കാണുന്നുണ്ടെങ്കിൽ ആ ഉരുളി ചെറുതായിട്ടൊന്ന് അനക്കി നോക്കൂ, പ്രതിബിംബം മുഴുവൻ ഉടഞ്ഞു പറിഞ്ഞ് ഒരു ചെറിയ കാറ്റ് വന്നാൽ മതി അല്ലേ? പക്ഷെ ബിംബത്തെ ഇതൊന്നും ബാധിക്കുന്നില്ല. നിത്യൻ, ഏകൻ, അവ്യയൻ. അവ്യയന് ഇന്നലെ പറഞ്ഞാണ്. വ്യയം എന്ന് പറഞ്ഞാല് കുറവ്. അവ്യയൻ ഒരു കുറവുമില്ലാതെ, ച്യുതിയില്ലാതെ നിൽക്കുന്ന അച്യുതൻ. ഭഗവാന്റെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞു. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ, മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. എപ്പോഴാണ് ഭഗവാൻ മായയെ അംഗീകരിച്ചത്? സൃഷ്ടി ചെയ്യാം എന്ന് വിചാരിച്ചപ്പോൾ. അതുവരെ മായയെ മൈൻഡ് ചെയ്തതേയില്ല എന്നർത്ഥം. എപ്പോഴാണ് മൈൻഡ് ചെയ്തത്? അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഈക്ഷിച്ചു എന്നാണ് ഉപനിഷത്ത് ഉപയോഗിക്കുന്ന വാക്ക്. ഈക്ഷണം കൊണ്ടാണ്. ഈക്ഷണമല്ല, പിന്നെ ഈക്ഷണം. ഈക്ഷണം എന്ന് പറഞ്ഞാൽ അർത്ഥം മാറും. ഈക്ഷണം കൊണ്ടാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. മോദമോടപ്പോൾ അംഗീകരിച്ചു. റെക്കഗ്നിഷൻ ഇംഗ്ലീഷിൽ പറയുന്ന അംഗീകാരം അപ്പോഴാണ് കൊടുത്തത്. ഓക്കെ, കമോൺ. അപ്പൊ മായയെ സ്വീകരിച്ചു. മായയ്ക്ക് സന്തോഷമായി. ഇങ്ങനൊരു വിളി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു മായ. ഏത് നിമിഷം എന്നെ വിളിക്കുമെന്ന് വിചാരിച്ചു. വിളിച്ചപ്പോൾ സന്തോഷമായി. ഇല്ലേ? ഇപ്പൊ എവിടെയെങ്കിലും നമ്മൾ ഡോക്ടറെ കാണാനൊക്കെ പോയി നിൽക്കുമ്പോൾ കുറേ നേരമായി, ബോറടിച്ച് 1 മണിക്കൂറായി, 1.5 മണിക്കൂറായി. എന്നാൽ പെട്ടെന്ന് പേര് വിളിക്കുമ്പോൾ 1.5 മണിക്കൂറായി, ഞാനിപ്പം വരുന്നില്ല. പെട്ടെന്ന് സന്തോഷമായിട്ട് ഓടിപ്പോവും. അതുപോലെ മായ ഭഗവാൻ ഇങ്ങനെ വിളിച്ചപ്പോൾ ഇത്തിരി താമസിച്ചാണെങ്കിലും, ഇല്ല, ലേറ്റ് ഡൺ ഈസ് ബെറ്റർ ദാൻ നെവർ ഡൺ. അതുകൊണ്ട് താമസിച്ചാണെങ്കിലും വിളിച്ചപ്പോൾ മായയ്ക്ക് സന്തോഷമായി. അങ്ങനെ മായ ഭഗവാനോട് ചേർന്നപ്പോഴെന്ത് സംഭവിച്ചു? തന്മൂലം ഗുണവാനെ പോലെയായതു ഭവാൻ. പോലെ ഓർമ്മയുണ്ടല്ലോ, എന്താ പോലെ? വാസ്തവത്തിൽ അങ്ങനെ ആയിട്ടേ ഇല്ല, പക്ഷേ അങ്ങനെ തോന്നുന്നു. അപ്പൊ മായ ചേർന്ന് നിന്നപ്പോൾ ഗുണവാനെ പോലെ. എന്തുകൊണ്ട്? മായ ത്രിഗുണാത്മികമാണ്. അപ്പൊ ത്രിഗുണാത്മികമായ മായ ചേർന്ന് നിന്നപ്പോൾ മായാബാധിതനെ പോലെ തോന്നി. ഒരു ദിവസം ഒരാള് ഒരു കടയിൽ സാധനം വാങ്ങിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ്, നല്ല മെലിഞ്ഞ ഒരാളാണ്, സാധനം വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്ന റോഡിലേക്ക് നോക്കിയപ്പോൾ നല്ല പരിചയമുള്ള തൻ്റെ ഒരു സുഹൃത്ത്, ഇത് നല്ല തടിയുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ റോഡിന്റെ വീതി അളന്നുകൊണ്ടാണ് വരവ്.
കണ്ടപ്പോൾ മനസ്സിലായി എന്തോ ഒരു പന്തികേട്. അപ്പോൾ ഇടയ്ക്ക് വാഹനം വരാൻ പോകുന്നു, അതിലിരിക്കാനൊക്കെ തോന്നും. അപ്പോൾ ഒരു സിമ്പതി തോന്നി. പാവം, ഈ കണ്ടീഷനിൽ പോയാൽ അങ്ങേര് വീട്ടിലെത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഒന്ന് പിടിച്ച് വീട്ടിൽ കൊണ്ട് വിട്ടേക്കാം. അപ്പം എന്ത് ചെയ്തു? ഈ മെലിഞ്ഞയാള് വണ്ണമുള്ള ആടി വന്ന ആളിനെ പിടിച്ചുകൊണ്ട് പോയി. പക്ഷെ ഈ മെലിഞ്ഞയാൾ പിടിച്ചാൽ ഈ നല്ല വണ്ണം നിൽക്കുകയില്ലാന്ന്. അപ്പൊ എന്ത് ചെയ്തു? രണ്ടുപേരും കൂടെ. അപ്പൊ നമ്മളത് കണ്ടപ്പോ എന്താ വിചാരിക്കുന്നത്? രണ്ടുപേരും ഫിറ്റായി വരുന്നുണ്ട്. പിറ്റേ ദിവസം ചോദിക്കുമ്പോഴാണ് അറിയുന്നത്. കണ്ടു ഇന്നലെ. എന്ത് കണ്ടു? കണ്ടു. അതൊന്നും നമ്മൾ പറയില്ലല്ലേ, സസ്പെൻസ് ഇങ്ങനെ വെക്കുമെന്നർത്ഥം. ഇത് പറയുമ്പോഴാണ് അറിയുന്നത്. എന്ത്? ഞാനൊന്നും കഴിച്ചിരുന്നില്ല. പിന്നെ ഇതുപോലെയാണ് ഭഗവാന്റെ അവസ്ഥ. മായയോട് ചേർന്ന് നിന്നപ്പോൾ ഗുണവാനെ പോലെ, എളുപ്പം മനസ്സിലാകില്ലേ ഉദാഹരണം? തന്മൂലം ഗുണവാനെ പോലെയായി ഇത് ഭവാൻ ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യ. ഇതൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. മായയുടെ രണ്ട് ഭാവങ്ങളാണ് വിദ്യ, അവിദ്യ. നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. സംസാരത്തെ സൃഷ്ടിക്കുന്നത് അവിദ്യയാണ്. അവിദ്യ കൊണ്ട് എങ്ങനെയാണോ കയറിൽ പാമ്പിനെ സൃഷ്ടിച്ചത്, അതേപോലെ അവിദ്യ കൊണ്ടാണ് ഭഗവാനിൽ സംസാരത്തെ ആരോപിച്ചത്. ശാസ്ത്രം ഉപയോഗിക്കുന്നൊരു വാക്കതാണ്, ആരോപിക്കുക. പേപ്പറിലൊക്കെ കാണും ആരോപിക്കുന്ന കാര്യം, അത് വിട്ടേക്കൂ എന്നർത്ഥം. അപ്പൊ ആരോപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് ഇല്ല, പക്ഷെ ഉണ്ടെന്ന് പറയുന്നതിനെയാണ് ആരോപണം എന്ന് പറയുന്നത്, അല്ലേ? മുറിച്ച് വായിച്ചാൽ എങ്ങനെ ഇരിക്കും? ആരോപണം. അപ്പൊ ഇവിടെ ആരോപിക്കുന്നത് എന്താണ്? വാസ്തവത്തിൽ സൃഷ്ടി നടന്നിട്ടേ ഇല്ല, പക്ഷെ നമുക്ക് സൃഷ്ടി നടന്നതുപോലെ തോന്നുന്നു. അതുകൊണ്ട് സൃഷ്ടിയുടെ കർത്തൃത്വം ഭഗവാനിൽ ആരോപിക്കുന്നു. വിദ്യ എന്നല്ലോ ചൊൽവൂ നിവൃത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചിടുന്ന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. ഈ പ്രവൃത്തിയും നിവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രവൃത്തി നിരതന്മാർ എപ്പോഴും അവിദ്യാവശകന്മാരാണ്, നിവൃത്തി നിരതന്മാർ എപ്പോഴും വിദ്യാവശന്മാരാണ്. പറഞ്ഞെന്താ അർത്ഥം? അറിവിന്റെ വഴിക്ക് പോയവരെയാണ് വിദ്വാൻമാർ എന്ന് പറയുന്നത്. അവർക്ക് സംസാരത്തിൽ നിന്ന് നിവൃത്തി സാധിക്കും. അവിദ്യയുടെ, അവിവേകത്തിന്റെ, അജ്ഞാനത്തിന്റെ വഴിക്ക് പോകുന്നവരൊക്കെ നേരത്തെ പറഞ്ഞു അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. ഈ അയുക്തന്മാരെന്ത് ചെയ്യുന്നു? കാമകർമ്മങ്ങളെ ചെയ്ത് വീണ്ടും വീണ്ടും ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ കർമ്മം കർമ്മഫലം, വീണ്ടും കർമ്മം കർമ്മഫലം, ഇങ്ങനെ കർമ്മം കൊണ്ട് കളിക്കുന്നതിങ്ങനെ. ഒടുങ്ങാത്ത കർമ്മകലാപം അതിൽപ്പെട്ട്. അതാണ് ഇന്നലെ പറഞ്ഞ നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം. കെട്ടുകളോ ഫലഭുക്തിയാതീരും കെട്ടായിനിയും നാരായണ ജയ. കെട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ചെറുപ്പക്കാരും കാണുകയല്ല, പിന്നെ ആരോടാ ചോദിക്കുക? കെട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ബി കെയർഫുൾ. കെട്ടായിനിയും. പക്ഷെ ആരോട് പറയാൻ? എല്ലാവരും സീനിയർ സിറ്റിസൺസ് ആണ്, ആരോടാണ് ഇനി പറയേണ്ടത്? എന്താ സൂചിപ്പിക്കുന്നത്? ഇനിയെങ്കിലും കെട്ടാതിരിക്കൂ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇനിയെങ്കിലും കർമ്മത്തിൽ നിന്ന് നിവൃത്തി നേടാൻ ശ്രമിക്കൂ. അതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുതേ പ്ലീസ്. ശരിയായ വ്യാഖ്യാനം മനസ്സിലാക്കൂ. ഇനിയും കെട്ടാതെ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സീനിയർ അല്ല, അതിനപ്പുറത്തെ പദവിയിലെത്തിയാലും നമ്മൾ കർമ്മം കൊണ്ട് കെട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? കെട്ടുകളായത് കർമ്മം എന്ന് ബോധിക്കൂ. കെട്ടെന്തിനു വേണ്ടിയിട്ടാ? ബന്ധിക്കുന്നതാണ് എന്നർത്ഥം. അപ്പൊ അതിൽ നിന്ന് അഴിക്കണമെങ്കിൽ എന്ത് വേണം? കെട്ടുകളറ്റേ മുക്തി വരൂ.
ഇപ്പൊ ചരടിൽ ഇങ്ങനെ കൂട്ടി 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 ചിലരുണ്ടല്ലേ കയ്യിലൊക്കെ ഇങ്ങനെ ഒരുപാട് ചരട് കെട്ടി കെട്ടി കെട്ടിക്കൊണ്ട് നടക്കുന്നത്, ജപിച്ചതും അല്ല ജപിക്കാത്തതും അല്ലേ. പലയിടത്തും നല്ലൊരു ബിസിനസ്സും കൂടാണ് അതെന്നർത്ഥം. കുറെ കെട്ട് അവർ കെട്ടിവെച്ചേക്കും, ബാക്കി നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ കെട്ടിത്തരും. എന്നിട്ട് ഇതെല്ലാം കൂടി എടുത്ത് നമ്മുടെ കയ്യെ കെട്ടിത്തരും, കയ്യിൽ നിന്ന് കിട്ടും. ഇങ്ങനെ എവിടെയൊക്കെ പോകുന്നു അവിടെ നിന്നൊക്കെ കിട്ടുന്ന ചരടൊക്കെ ഇങ്ങനെ കയ്യെ കെട്ടി 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 കെട്ടിയിടും. ആ ചരടൊന്ന് നൂർക്കണമെന്ന് തോന്നിയാലോ എളുപ്പമല്ല. കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം. ആ ചരടിന് എപ്പോഴാ മുക്തി കിട്ടുന്നത്? കെട്ടില്ലാതാകണം. കെട്ടുകളോ ഫലഭുക്തിയാതീരും. കർമ്മം കൊണ്ടുണ്ടാക്കിയ കെട്ടുകളൊക്കെ അനുഭവിച്ചു തന്നെ തീരണം. അതിന് വേറെ കുറുക്ക് വഴികളില്ല. അതുകൊണ്ട് എന്ത് വേണം? കെട്ടായിനിയും. ഇപ്പൊ 564 കെട്ടിപ്പോൾ ആയിക്കഴിഞ്ഞു. അപ്പൊ ഇനിയും ചെയ്യേണ്ടത് എന്താണ്? 565ാമത്തേത് കെട്ടായിനിയും. എന്നിട്ടെന്ത് വേണം? 564, 563, 562 കെട്ടഴിച്ചു തുടങ്ങൂ. അയ്യോ ഇതെന്നാ അഴിച്ചു തീർന്ന്? ചിലപ്പോൾ പെട്ടെന്ന് കഴിയും. ഒരു കെട്ട് അഴിഞ്ഞു കഴിയുമ്പോൾ ഈ ചില തയ്യൽ അഴിക്കുമ്പോൾ അങ്ങനല്ലേ, ഒരറ്റം എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ വലിക്ക് അതുകൊണ്ട് അധികം ചിലപ്പം വേണ്ടി വരികയില്ല. എന്തുകൊണ്ട്? അറിവിന്റെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പം കെട്ടുകളൊക്കെ അഴിയും. എത്ര സുന്ദരമായ ആശയം. അറിവില്ലെങ്കിലോ വീണ്ടും വീണ്ടും ഇങ്ങനെ കെട്ടിക്കൊണ്ടേയിരിക്കും. കെട്ടിയതിൽ നിന്നൊരു മോചനവും ഇല്ല. പിന്നെ വീണ്ടും വീണ്ടും കെട്ടുകളെ കൊണ്ട് കർമ്മം മുഴുവൻ കെട്ടുകളാണ് എന്നോർത്തോളൂ. അത് വൈദികമായാലും താന്ത്രികമായാലും ഔദ്യോഗികമായാലും സാമൂഹികമായാലും സാമ്പത്തികമായാലും രാഷ്ട്രീയമായാലും ഇഷ്ടാപൂർത്ത കർമ്മങ്ങളായാലും. ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം ഇഷ്ടമനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന അല്ലേ, പൊതുകിണർ കുഴിക്കുക, സാധുക്കൾക്ക് വെള്ളം കൊടുക്കുക, അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ഇഷ്ടാപൂർത്ത കർമ്മങ്ങളെന്ന് സൂചിപ്പിക്കും. എല്ലാ കർമ്മങ്ങളും ഇപ്പൊ കർമ്മങ്ങളല്ല ബന്ധിക്കുന്നത്. പ്രത്യേകം ഓർക്കണേ, കർമ്മങ്ങളല്ല ബന്ധിക്കുന്നത്. പിന്നെ കർമ്മങ്ങളോടുള്ള മനോഭാവമാണ് ബന്ധിക്കുന്നത്. നന്നായിട്ട് ഓർത്തു. അപ്പൊ കർമ്മങ്ങൾ ബന്ധിക്കുന്നു ബന്ധിക്കുന്നു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. കർമ്മങ്ങൾ ചെയ്യുമ്പോഴത്തെ നമ്മുടെ മനോഭാവമാണ് ബന്ധമോ മോക്ഷമോ എന്ന് തീരുമാനിക്കുന്നത്. ഇതിനാണ് ആറ്റിറ്റ്യൂഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് സയൻസിലെ വലിയൊരു ശാഖയാണ്. എന്ത്? ആറ്റിറ്റ്യൂഡ് മാനേജ്മെന്റ്. ഇപ്പൊ പ്രവൃത്തി നിരതന്മാരും നിവൃത്തി നിരതന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രവൃത്തി നിരതന്മാർ അവിദ്യാവശകന്മാരായിട്ട് വീണ്ടും വീണ്ടും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിവൃത്തി നിരതന്മാര് വിദ്യാവശകന്മാരായിട്ട് വിവേകത്തിന്റെ വഴിയിൽ കൂടി ബുദ്ധിയുടെ വഴിയിൽ കൂടി കർമ്മത്തിൽ നിന്ന് മോചനം ചെയ്യാനുള്ള കർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഭാഗവതത്തിൽ സ്പഷ്ടമായിട്ട് പറയും, ഈ എത്ര സ്നേഹമുള്ള രോഗിയോടാണെങ്കിലും നല്ല ഒരു വൈദ്യൻ ചികിത്സകൻ ഒരിക്കലും വിരുദ്ധമായ ആഹാരം കൊടുക്കില്ല. ഉദാഹരണത്തിന് നമ്മൾ പറയാറുള്ളത്, ഷുഗർ 550 ആയിട്ടാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ബേക്കറിയുടെ അടുത്താണ് ആശുപത്രി. ഉച്ച കഴിയുമ്പോൾ നല്ല മണം. അപ്പൊ ഡോക്ടർ വരുമ്പം പറയാ, ഒരു ലഡ്ഡു ഞാൻ കഴിച്ചോട്ടെ. പാവം, കഴിച്ചോണ്ട് പോട്ടെ എന്ന്. കാരണം ഈ ഇത്തിരി ഷുഗറൂടെ ചെന്നാൽ ഇങ്ങേറെ കാലം കഴിഞ്ഞു. അറിവുള്ള ഒരു ചികിത്സകനും അതിന് സമ്മതിക്കില്ല. ഭാഗവതം പറയുന്ന ഉദാഹരണമാണ്. ഇതുപോലെയാണ് അജ്ഞാനം കൊണ്ട് പ്രേരിതരായിട്ട് കർമ്മത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നവരെ വിവേകികൾ ഒരിക്കലും വീണ്ടും വീണ്ടും കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുകയില്ല. അപ്പൊ വീണ്ടും വീണ്ടും കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നവരാരാണെന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചോളൂ. വിശദീകരിക്കുന്നില്ല, മോശമായതുകൊണ്ട്. വീണ്ടും വീണ്ടും നമ്മെ കർമ്മത്തിലിട്ട് കറക്കുന്നവരാരുണ്ടോ അവരൊന്നും നമ്മുടെ മോചനത്തിനല്ല
ശ്രമിക്കുന്ന ഉറപ്പിക്കൂ. പിന്നെ മോചനത്തിന് എന്തുണ്ട്? അറിവ് മാത്രമാണ് നമ്മെ മോചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ വിദ്യാസ വിമുച്യതേ. മോചിപ്പിക്കുന്നതെന്തോ അതാണ് വിദ്യ. അല്ല, അതുകൊണ്ടാണ് ആലങ്കാരികമായിട്ട് പറയുന്നത് സൂര്യയാനത്തിൽ കൂടി പോകുന്നവരൊക്കെ ഭഗവാനിലെത്തും, ചന്ദ്രയാനത്തിൽ കൂടി പോകുന്നവരൊക്കെ തിരിച്ചു വരും. എന്താ സൂചിപ്പിക്കുന്നത്? സൂര്യൻ എന്തിന്റെ പ്രതീകമാണ്? അറിവിന്റെ, ബുദ്ധിയുടെ, വിവേകത്തിന്റെ പ്രതീകമാണ്. ഉത്തരായനം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ കാലമാണ് അല്ലേ? ഉത്തരായന കാലത്ത് ദേഹം പോയാൽ എന്താ സൂചിപ്പിക്കുന്നത്? ഉത്തരായനം സൂര്യന്റെ കാലം, സൂര്യന്റെ കാലം എന്ന് പറഞ്ഞാൽ വിവേകത്തിന്റെ കാലം, വിവേകത്തിന്റെ എന്ന് പറഞ്ഞാൽ അറിവിന്റെ വഴി. അറിവിന്റെ വഴിക്ക് പോകുന്നവരൊന്നും പിന്നെ തിരിച്ചു വരില്ല. യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ഗീതയിൽ ഭഗവാൻ ഉറപ്പിച്ചു പറയും, എവിടെ എത്തിയാൽ പിന്നെ തിരിച്ചു വരവില്ലയോ അതാണ് എൻ്റെ പരമമായ. മറ്റുള്ളവരൊക്കെയോ കുറെ കർമ്മം ചെയ്യും അല്ലേ? ചന്ദ്രന്റെ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രൻ മനസ്സിന്റെ പ്രതീകമാണ്. പുരുഷ സൂക്തത്തിൽ പറയുന്നത് തന്നെ ചന്ദ്രമാ മനസ്സോ ജായത. ചന്ദ്രൻ എവിടുന്നാണ് ജനിച്ചിരിക്കുന്നത്? മനസ്സിൽ നിന്നാണ്. ചന്ദ്രൻ മനസ്സിന്റെ പ്രതീകമാണ്. അപ്പൊ ചന്ദ്രന്റെ വഴിക്ക് പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിന്റെ വഴിയാണ്. മനസ്സിന്റെ വഴി എപ്പോഴും അവിവേകത്തിന്റെ വഴിയാണ്. എന്തുകൊണ്ട്? മനസ്സ് അപ്പോഴപ്പോഴുള്ള സുഖത്തിനെക്കുറിച്ച്, പ്രിയത്തിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ, ഹിതത്തിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കുകയില്ല. മുമ്പേ പറഞ്ഞ ഉദാഹരണം തന്നെ, പ്രമേഹ രോഗിയുടെ മുമ്പിൽ ലഡ്ഡു കൊണ്ടുവച്ചാൽ മനസ്സെന്ത് പറയും? എടുത്തത് കഴിച്ചോളൂ, ഭാര്യ അകത്തോട്ട് പോയ സമയം നോക്കി കഴിച്ചോളൂ എന്ന് മനസ്സ് പ്രേരിപ്പിക്കും. അതേസമയത്ത് ബുദ്ധി എന്ത് പറയും? കഴിച്ചാല് അപകടം, സൂക്ഷിച്ചോളൂ. ഇതാണ് മനസ്സ് ബുദ്ധി തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ മനസ്സിന്റെ വഴിക്ക് പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? വേണ്ടാത്തതൊക്കെ ചെയ്ത് വേണ്ടാത്തടത്ത് ചെന്ന് ഈ സംസാരത്തിൽ നിന്ന് ഒരിക്കലും മോചനമില്ല. ഇതാണ് രണ്ട് വഴിയൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ പ്രവൃത്തി നിവൃത്തി ഒരുപാട് പഠിക്കാൻ നല്ല രസമുള്ള സബ്ജക്റ്റാണ്. വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. വേദാന്ത വാക്യാർത്ഥ വേദികളായി. വേദി എന്നുള്ളതിൻ്റെ അർത്ഥം മുമ്പേ പറഞ്ഞു, അറിവുള്ളവൻ. എന്താ പറഞ്ഞത്? വേദാന്ത വാക്യാർത്ഥ വേദി. തത്വമസ്യാദി മഹാവാക്യങ്ങളെ അർത്ഥത്തോടുകൂടി ഗുരുനാഥനിൽ നിന്ന് കേട്ട് അർത്ഥവിചാരം ചെയ്ത് അതിൻ്റെ സത്തയെ ഉറപ്പിച്ചിട്ട് സ്വയം പ്രഖ്യാപിക്കാൻ കഴിയുന്നു. എന്ത്? അഹം ബ്രഹ്മാസ്മി. അപ്പൊ തത്വമസിയിലെ തത് തന്നെയാണ് ഇതിലെ ബ്രഹ്മം, അതിലെ ത്വം തന്നെയാണ് അഹം. വ്യത്യാസമില്ല, മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയെങ്കിലേ മഹാവാക്യങ്ങൾ തമ്മിലുള്ള ഐക്യം മനസ്സിലാക്കൂ. ഈ മഹാവാക്യങ്ങളൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു? ജീവപരയോരൈക്യം. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. ഈ ജഗത്ത് സത്യമല്ല. എന്തുകൊണ്ട്? ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്നതാണ്, അതുകൊണ്ട് മിഥ്യയാണ്. പിന്നെ ജീവോ ബ്രഹ്മൈവ, ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. നാപരഹ, രണ്ടാണെന്നുള്ളത് തെറ്റിദ്ധാരണയാണ് എന്നർത്ഥം. ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? വേദാന്ത വാക്യാർത്ഥ വേദികളാകണം. അതിനൊരു ഗുരുനാഥന്റെ അനുഗ്രഹം വേണം, ഗുരുപദേശം വേണം എന്നർത്ഥം. ആ ബോധം വന്നു കഴിഞ്ഞാലോ സമന്മാരായി. എന്താർത്ഥം? എല്ലാവരിലും ഒരേപോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യത്തെ കണ്ടെത്തി കഴിയുമ്പോൾ പുറമേ കാണുന്ന വൈവിധ്യങ്ങൾ അഥവാ വൈരുദ്ധ്യങ്ങൾ ഒക്കെ അപ്രത്യക്ഷമാകുന്നു. സ്ഥൂല ദൃഷ്ടിയിൽ മാത്രമേ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും നിലനിൽക്കുന്നുള്ളൂ. സൂക്ഷ്മദൃഷ്ടിയിൽ സമഭാവം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അപ്പൊ എല്ലാറ്റിലും സമമായുള്ള സർവേശ്വരനെ കണ്ടെത്തിയാൽ
സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം യപ്പശ്യതി സപശ്യതി. എല്ലാവരിലും ഒരേപോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരത്തെ ആ ശരീരത്തെ ഒക്കെ ഇപ്പം വേറെ ആയിട്ട് കാണുന്ന ഏത് തലത്തിലാണ്? ശരീരത്തിന്റെ തലത്തിൽ മാത്രമാണ്. ആ ശരീരം ജഡമാണ് എന്നും ആ ശരീരത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സർവേശ്വരന്റെ സാന്നിധ്യമാണെന്നും അറിഞ്ഞാൽ, ഒരു ശരീരത്തെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ശരീരത്തിനെയും മനസ്സിലാക്കാം. അതെങ്ങനെയാണ്? 10 കിലോ അരി വേവിച്ചാൽ ആ 10 കിലോയുടെ ചോറും എടുത്തു വെച്ച് വെന്തോന്ന് നോക്കാറുണ്ടോ? ഒരു ചെറിയ സ്പൂണിലോ തവിയിലോ കോരിയിട്ട് അതിലെ 2 അരി വെന്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്റെ ശരീരം ജഡമാണ് എന്നും ആ ജഡമായ ശരീരത്തെ ഇപ്പോൾ ചൈതന്യവത്താക്കി നിൽക്കുന്നത് ആ ശരീരത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സർവേശ്വര ചൈതന്യം മാത്രമാണ് എന്നും അറിഞ്ഞാൽ സമസ്ത ശരീരങ്ങളിലും അതാണ് എന്ന് മനസ്സിലാക്കാം. എത്ര സുന്ദരമായ തത്വമാണ് എന്ന് ആലോചിക്കൂ. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. വേദാന്തവാക്യാർത്ഥവേദികളായ സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. വിദ്യ നേടിയവരെന്ത് ചെയ്യുന്നു? അവർക്കിത് സാധിക്കുന്നു. മറ്റുള്ളവരോ? അവിദ്യാവശകന്മാർ, നിത്യസംസാരികളെന്ന് അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. തത്വജ്ഞൻ, തത്വത്തെ അറിഞ്ഞവൻ. തത്വത്തെ അറിഞ്ഞവരെ മറ്റവരെ കുറിച്ച് എന്ത് പറയുന്നു? അവിദ്യാവശകന്മാർ. ഉണർന്നവർ എങ്ങനെയാണോ ഉറങ്ങുന്നവരെ ഉണർത്തുന്നത്? സാറിന് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ടല്ലോ, ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉറക്കാൻ പറ്റും. ഈ ഉറങ്ങുന്നവരെ ആർക്കാ ഉണർക്ക? മോഹാത്മനാം, മോഹിപ്പിക്കപ്പെട്ട മനോബുദ്ധ്യാദികളോട് കൂടിയവർ എന്നർത്ഥം. മോഹിപ്പിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ്, ശരിയായ അറിവില്ലാതെ. അവർക്കെന്ത് വരുന്നു? നാനാരൂപങ്ങളായി തോന്നുന്നു ജലത്തിങ്കൽ. ഒരേ ഭഗവാനേ ഉള്ളൂ എന്ന് പറയുന്നെങ്കിലും അവർക്ക് ഭഗവാനെ പലതായിട്ടേ കാണുകയുള്ളൂ. ആ സൂര്യദേവൻ എങ്ങനെയാണോ പലതായിട്ട് കാണുന്നത്, എങ്ങനെ? ജലം വേറെ കാണും പോലെ. ഇത് നമ്മൾ വളരെ സമയമെടുത്ത് ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു. ബിംബ പ്രതിബിംബ ബന്ധം, എങ്ങനെയാണ് ബിംബവും പ്രതിബിംബവും തമ്മിൽ കണക്ട് ചെയ്ത് കുറേ പറഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അത് ആ ഉദാഹരണമാണ് ഇവിടെ സൂചിപ്പിച്ചത്. എത്രയോ ജലാശയങ്ങളുണ്ടോ അത്രയും സൂര്യനെ പ്രതിബിംബിച്ച് കാണുന്നു. പക്ഷേ അതിൽ നിന്ന് സൂര്യൻ പലതായി എന്നൊരിക്കലും അർത്ഥമില്ല. പ്രതിബിംബങ്ങൾ പലതാവാം, പക്ഷെ ബിംബം ഒന്ന് മാത്രമേ ഉള്ളൂ. പ്രതിബിംബിക്കുന്ന പ്രതലത്തിനനുസരിച്ച് പ്രതിബിംബത്തിന്റെ ക്ലാരിറ്റി കൂടി കുറഞ്ഞൊക്കെ വരാം. പക്ഷെ അതൊന്നും ബിംബത്തെ ബാധിക്കുന്നതേയില്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയം. ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞ് ഉപാസിപ്പൂ ഞാൻ ദയാനിധേ. അത്യന്തം ഗുഹ്യമായ, അത്യന്തം രഹസ്യമായ, അത്യന്തം സൂക്ഷ്മമായ ഈ തത്വത്തെ അറിയാതെ ഞാൻ എങ്ങനെയാണ് ഭഗവാനെ അവിടുത്തെ ഉപാസിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാനെ അറിഞ്ഞുപാസിക്കണമെങ്കിൽ ഈ തത്വബോധം ഉണ്ടായിരിക്കണം.